അള്ളാഹു സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം മാത്രല്ല ഞാൻ നിങ്ങളെ കൺമുമ്പിൽ കാണിച്ചുതരാം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ? നല്ല ഒരു മധുരമുള്ള മിഠായിയാണ്. അതിന്റെ ബോഡിയെ, അതിന്റെ ശരീരത്തെ നല്ല ഒരു കോട്ടിങ് കൊണ്ട് പൊതിഞ്ഞ് നല്ലൊരു വസ്ത്രം ഈ മിഠായി ധരിച്ചിട്ടുണ്ട്. ഇത് സ്വാലിഹായ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന, പർദ്ദ ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയുടെ ഉപമയാണ് ഈ മിഠായി. ഇതിനെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇവിടെ നമ്മളിത് ഈ മിഠായിയെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ ആ മിഠായിയെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചു. അപ്പോ അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച മിഠായിയെ നമ്മളൊന്ന് വന്ന് നോക്കട്ടോ. ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു കേടും സംഭവിക്കാതെ നമ്മളെ മിഠായി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീയുടെ ഉദാഹരണം. ഈ സ്ത്രീക്ക് പർദ്ദ ധരിച്ചുകൊണ്ട് എവിടെയും പോകാം. കുത്തിവലിക്കുന്ന കഴുകന്മാരുടെ കണ്ണ് ഒരു പരിധി വരെ വരുള്ളൂ. ഇനി നമുക്ക് ഈ മിഠായിയുടെ വസ്ത്രമൊന്ന് ഊരി നോക്കാം. ഇതാണ് അന്യപുരുഷന്റെ കണ്ണിന് കുത്തിവലിക്കാനുള്ള ഒരു പ്രതിമയായി നിന്ന് കൊടുക്കുന്ന പെണ്ണിന്റെ ഉപമ. ഇത് നമുക്ക് നമ്മൾ നേരത്തെ വെച്ച മിഠായിയുടെ അതേ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ നമ്മള് ഇത് നേരത്തെ വെച്ച അതേ സ്ഥലത്ത് വെക്കാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ആരും പോകത്തില്ല. അപ്പൊ നമ്മള് ഒരല്പസമയത്തിന് ശേഷം നമ്മൾ ആ മിഠായി വന്ന് നോക്കിട്ടോ. എന്താണ് അവസ്ഥ നിങ്ങൾ കണ്ടോളി. വസ്ത്രമിടാത്ത ആ മിഠായിയെ കൊത്തിവലിക്കാൻ എത്രങ്ങാനും ആളുകളെ നോക്കാൻ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീയുടെയും പർദ്ദ ധരിക്കാതെ നടക്കുന്ന സ്ത്രീയുടെയും ഉദാഹരണം എന്താണ് അല്ലേ? ഇയാളെന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾ എന്തിനാ മുട്ടായി അവിടെ അങ്ങനെ കൊണ്ടുവച്ച്? ഒരു ബിക്കിനിയൊക്കെ ഇടിച്ചു കൊണ്ടുവെക്കായിരുന്നില്ലേ? ഇതിപ്പോ കണ്ട ഉറുമ്പുകൾ മൊത്തം തിന്നിട്ട് പോയി. നമുക്കൊന്നും കിട്ടിയില്ല.